ഹലോ ഓൾ, എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇൻ എ സർക്യൂട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വ്യത്യസ്ത രീതികളുണ്ട്. സോ അതിൽ ഞാൻ കുറച്ച് രീതികൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന്, വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡൽ അനാലിസിസ്. സോ ഈ ഒരു മെത്തേഡാണ് നമ്മൾ വളരെയധികം കാലങ്ങളായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഇച്ചിരി ടഫർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പൊതുവെ നോഡൽ അനാലിസിസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ വളരെ ലൈക്ക് പണ്ട് മുതലേ ചെറുപ്പം മുതലേ പഠിച്ച KCL KVL ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ചില ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാറുണ്ട്. പക്ഷേ ആക്ച്വലി ദിസ് മെത്തേഡ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് മച്ച് മോർ ഹാർഡർ ദൻ ഹൗ യു യൂസ് ടു ഡു. സോ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാറുള്ള ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നോഡൽ അനാലിസിസ് ആണ്. സോ നമുക്ക് നോഡൽ അനാലിസിസ് വെച്ചിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ബാറ്ററി തന്നിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി 80 വോൾട്ട് ഉണ്ട്. ഞാൻ ഒരിക്കലും ഓൾറെഡി ഫിഗർ വരച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ബിക്കോസ് യു ഹാവ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡ്രോ ദാറ്റ് ഫിഗർ ഫസ്റ്റ്. കാരണം നമുക്കത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഉത്തരത്തേക്ക് എത്തണം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇവിടെ ഒരു 10 ohm റെസിസ്റ്റർ ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മളൊരു 14 ohm റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിയർ വി കണക്ട് അനദർ വയർ. ഈ വയറിനെ എടുത്ത് നമ്മൾ റെസിസ്റ്റർ Rലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് വി ഡസൻറ്റ് ഹാവ് എനിത്തിങ് ഹിയർ. But the current here is given that to be 3 ampere. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പം ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് കഴിയും? ഇത് സോൾവ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡേ ഉള്ളൂ. ഈ ഒരു പോർഷൻ ഒക്കെ കൂടി ഇവിടെ ഒരു നോഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വോൾട്ടേജ് Vx ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു പോയിൻ്റ് വേറൊരു നോഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിന് പൊട്ടൻഷ്യൽ 0 volts ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫോർമുലാസൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇതിന് I1 എന്ന് കൊടുക്കുക, ഇതിന് I2 എന്ന് കൊടുക്കുക, ഇത് = I3 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് Vx -0 = ഈ ഒരു സ്ഥലത്തെ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് ഈ ഡയറക്ഷനിൽ പോവും. അപ്പോൾ 10I1 ആവും. എന്നിട്ട് ഇത് പോസിറ്റീവിലേക്കാണ് വരുന്നത്. അപ്പോൾ +80 എന്ന് കൊടുക്കാം. അപ്പോൾ Vx -80. ഓക്കെ, Vx -0 = 10I1 + 80. Vx -80/10 = I1 എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനാണ്. Vx -0 = ഇവിടെ കൺസിഡർ ചെയ്യുക. ഇത് 14 ആണ്. 14I2. അപ്പോൾ Vx/14 = I2. ഓക്കെ, ഇനി അടുത്തത് I3 = 3 എന്ന് ഓൾറെഡി നമുക്കറിയാം. സോ ഈ 3 ഫോമുല നിങ്ങളുടെ കയ്യിലൊന്ന് എഴുതിയെടുക്കുക. ഇതിന് ശേഷം നമ്മൾ KVL അപ്ലൈ ചെയ്യുക. കിർഷോഫ്സ് വോൾട്ടേജ് റൂള് അതാണിത്. ഓക്കെ, KVL അല്ല, KCL. ഓക്കെ, KCL കിർഷോഫ്സ് കറണ്ട് റൂൾ. KCL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I1 + I2 + I3 = 0 എന്ന് കിട്ടും. ഓക്കെ, നമ്മളത് ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. I1 എന്ന് പറഞ്ഞാൽ Vx -80/10. I2 എന്ന് പറഞ്ഞാൽ Vx/14 + I3 എന്ന് പറഞ്ഞാൽ 3 = 0. ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. നിങ്ങളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഷ്ടപ്പെടണ്ട. എല്ലാവരെയും കൂടി 140 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ Vx 14 വെച്ച് മൾട്ടിപ്ലൈ ആവും. മൈനസ് ഇവിടെ 80 × 140/10 ആണ്.
അപ്പോൾ എന്തായാലും നമ്മൾ 80 × 14 ചെയ്യേണ്ടി വരും. 80 × 14 നമ്മൾ ചെയ്യേണ്ടി വരും. സോ അതിന് നമുക്ക് എന്ത് വേണം? കാൽക്കുലേറ്റർ വേണം. നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി സ്റ്റുഡൻസ് ആണെങ്കിൽ കാൽക്കുലേറ്റർ അലൗഡ് അല്ലാന്ന് മനസ്സിലാക്കുക. ജെയിലൊക്കെ സോ ഒരു കേസ് നിങ്ങളുടെ കൈവച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? 140 × 8 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1120 എന്ന് കിട്ടും. ഇതിവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് -1120 എന്ന് കൊടുക്കുക. ഓക്കെ, -1120 എന്ന് കൊടുക്കുക. പ്ലസ് Vx × 10, അപ്പോൾ 10 Vx കൊടുക്കുക. പ്ലസ് 140 × 3 അഗൈൻ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുണ്ട്. 140 × 3 ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് 420 കിട്ടും. സോ പ്ലസ് 420 = 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 Vx പ്ലസ് 10 Vx നമുക്ക് ഓൾമോസ്റ്റ് 24 Vx കിട്ടും. എന്നിട്ട് നമ്മൾ നമുക്കൊരു -1120 സോറി ഓക്കെ 1120 പ്ലസ് 420 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും -700 എന്ന്. അപ്പോൾ -700 റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പം = 700 എന്ന് വരും. ഇനി ഇതിനെ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ Vx = 700/24. Vx = 700/24 നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 175/6 കിട്ടും. 175/6 എന്ന് പറഞ്ഞാൽ = ഈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ സിമ്പിൾ കൊടുത്താൽ നമുക്ക് കിട്ടും 29.166. ഓക്കെ, സോ 29.166 സംതിങ് നമുക്ക് എന്ത് കിട്ടും? Vx കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? R അല്ലേ? അപ്പം R = എത്രയായിരിക്കും? നമുക്കറിയാം Vx = V, വോൾട്ടേജ്, ബൈ കറണ്ട് = റെസിസ്റ്റൻസ്. നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Vx ബൈ കറണ്ട് എത്രയാണ്? 3 ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ദിസ് വാല്യൂ Vx ബൈ 3 = റെസിസ്റ്റൻസ്. സോ ദിസ് ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇസ് 175/18. നമുക്ക് ഓൾറെഡി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 9.722 ohm എന്ന് എഴുതാം. സോ ദാറ്റ് മസ്റ്റ് ബി ദ ആൻസർ. സോ ദാറ്റ്സ് ഹൗ യു കാൽക്കുലേറ്റ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോഡൽ അനാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ബേസിക്കലി അതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് അതിൻ്റെ ഫോമിൽ എഴുതിയിട്ട് കറണ്ടിൻ്റെ KCL അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. സോ ഈ 2 പോയിൻറ്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. സോ ജെയിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. JEE അഡ്വാൻസ്, JEE മീൻസ് എവറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മേക്ക് ഇറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് താങ്ക് യു.